കേരള പി.എസ്.സി ഉദ്യോഗാർത്ഥികൾക്കായി ഇന്നത്തെ പ്രധാന കറന്റ് അഫയേഴ്സ്. 2026 ജൂലൈ 5. പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഏറ്റവും പുതിയ വസ്തുതകളും ക്വിസ് ചോദ്യങ്ങളും. നമുക്ക് തുടങ്ങാം. സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി (CCEA) 2 പ്രധാന ദേശീയപാത പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ഡൽഹിയിലും ഉത്തർപ്രദേശിലുമായി നടപ്പാക്കുന്ന ഈ പദ്ധതികളുടെ മൊത്തം നിക്ഷേപം 14,114 കോടിയിലധികം രൂപയാണ്. 2025-ൽ ഇന്ത്യയുടെ ജൈവവൈവിധ്യ പട്ടികയിലേക്ക് 709 പുതിയ ജന്തു ഇനങ്ങൾ കൂട്ടിച്ചേർത്തു. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലാണ് ഈ കണക്ക്. ISSA-യുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് എന്നതും പരീക്ഷയ്ക്ക് പ്രധാനമാണ്. ഇന്ത്യയെ തെക്കുകിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന അഡ്സി എന്ന പുതിയ സബ്മറൈൻ കേബിൾ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചു. ഏകദേശം 3600 കിലോമീറ്റർ നീളമുള്ള ഈ ഫൈബറോപ്റ്റിക് കേബിൾ സിംഗപ്പൂരിനെയും മലേഷ്യയും ഇന്ത്യയുമായി ബന്ധിപ്പിക്കും. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തും ചെന്നൈയിലുമാണ് ഇന്ത്യൻ ലാൻഡിംഗ് പോയിന്റുകൾ. മൈക്രോസോഫ്റ്റ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, സിംഗ്ടെൽ, ലൈറ്റ്സ്റ്റോം എന്നിവയാണ് കൺസോർഷ്യം അംഗങ്ങൾ. 2029-ൽ കേബിൾ പ്രവർത്തനസജ്ജമാകും. നിയമന വാർത്തകളിലേക്ക്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി പ്രശാന്ത് സീതാറാം ലോഖണ്ഡെ AS നിയമിതനായി. കൂടാതെ വൈസ് അഡ്മിറൽ കെ. ശ്രീനിവാസിന് അതിവിശിഷ്ട സേവാ മെഡൽ AVSM സമ്മാനിച്ചു. കേരള വാർത്ത. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസുകളിൽ സൗജന്യയാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി കേരള ഹൈക്കോടതി ശരിവച്ചു. ജൂൺ 15 മുതലാണ് പദ്ധതി പ്രാബല്യത്തിൽ വന്നത്. പദ്ധതിക്കെതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഭരണഘടനയുടെ അനുച്ഛേദം 15 ക്ലോസ് 3 പ്രകാരം അനുവദനീയമായ പ്രത്യേക വ്യവസ്ഥയാണ് ഈ പദ്ധതിയെന്ന് കോടതി വിലയിരുത്തി. കായിക വാർത്തകൾ. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ കാനഡയെ 3-0 തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ക്രിക്കറ്റിൽ മാഞ്ചസ്റ്ററിൽ നടന്ന രണ്ടാം ടി20യിൽ ഇന്ത്യയെ 4 വിക്കറ്റിന് ഇംഗ്ലണ്ട് തോൽപ്പിച്ചു. യൂത്ത് ഏകദിനത്തിൽ ഇന്ത്യ അണ്ടർ-19 ടീം ശ്രീലങ്കയെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യ ചോദ്യം. കേരള സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു നിമിഷം ആലോചിക്കൂ. ശരിയുത്തരം KSRTC ഓർഡിനറി ബസുകളിൽ സൗജന്യയാത്ര സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമാണ് ആനുകൂല്യം. രണ്ടാമത്തെ ചോദ്യം. അഡ്സി സബ്മറൈൻ കേബിൾ ഇന്ത്യയെ ഏതെല്ലാം രാജ്യങ്ങളുമായാണ് ബന്ധിപ്പിക്കുന്നത്? ചിന്തിക്കൂ. ശരിയുത്തരം സിംഗപ്പൂരും മലേഷ്യയും. ഇന്ത്യൻ ലാൻഡിംഗ് പോയിന്റുകൾ മച്ചിലിപട്ടണവും സൗത്ത് ചെന്നൈയുമാണ്. മൂന്നാമത്തെ ചോദ്യം. 2025-ൽ 709 പുതിയ ജന്തു ഇനങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥാപനം ഏതാണ്? ഓർത്തുനോക്കൂ. ശരിയുത്തരം സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആസ്ഥാനം കൊൽക്കത്ത. ഇന്നത്തെ ക്വിസിന്റെ ഉത്തരങ്ങൾ ഒറ്റനോട്ടത്തിൽ. 1. പ്രിയദർശിനി പദ്ധതി KSRTC സൗജന്യയാത്ര. 2. സിംഗപ്പൂരും മലേഷ്യയും. 3. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ വസ്തുതകൾ ഒന്നുകൂടി ഓർത്തുവെക്കൂ. ഇന്നത്തെ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. ജൂലൈ 18-ലെ LGS ബെവ്കോ LDC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുളസി പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ. ഓഗസ്റ്റ് 1-ലെ 10ാം ലെവൽ പ്രിലിംസിന്റെ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ പ്രത്യേക വീഡിയോ ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ ഇതേ സമയം വീണ്ടും കാണാം.